ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ വീട്ടിൽ നിന്ന് ചേഞ്ച് ആവുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ പാക്ക് ചെയ്യുന്നിടത്താണ് കേട്ടോ നിൽക്കുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതൊന്നും എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ജസ്റ്റ് എല്ലാം കാണിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാനില്ലെങ്കിലും അവരിവിടെ പാക്ക് ചെയ്തിട്ടോളും. അപ്പോൾ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തൊട്ട് പാക്കിംഗ് എൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നില്ലെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പാക്കിങ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാക്കിയതാണ് കേട്ടോ. പാക്കിങ് ബുദ്ധിമുട്ടെന്ന് ഉദ്ദേശിച്ചത് ഇളയ മോളുണ്ട്, 2.5 വയസ്സായതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര വാശിയും നിർബന്ധമൊക്കെയാണ്. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളെ പാക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. പിന്നെ പല കാര്യങ്ങൾക്കും എനിക്ക് പുറത്ത് പോകേണ്ടി വരും. കടയിലേക്ക് സാധനം മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ വിടാൻ വിളിച്ചുകൊണ്ട് വരാൻ, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കടയിൽ കൊടുക്കാനൊക്കെ കാണും ഇടയ്ക്കൂടെ. അപ്പോൾ അതിനൊക്കെ ഓരോ വട്ടം പോയി വരുമ്പം നമ്മുടെ പാക്കിങ് നടക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സമയമെടുക്കും പോയി വരുമ്പോഴൊക്കെ. അപ്പോൾ അത്രയും ടൈം ഞാൻ മാത്രമല്ലേ ഉള്ളൂ പാക്ക് ചെയ്യാൻ. അപ്പോൾ വേറൊരിടത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും അവർ കൊണ്ടു കൊടുക്കുന്ന സാധനം, പിന്നെ ഉമ്മായും മക്കളും കൂടെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു. ആ ഒരു പാക്കിംഗ് ഒന്നും നമ്മളുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഉമ്മായും മക്കളും ചെയ്ത് തരുമെങ്കിലും പിന്നെ ബോർഡ് കട്ടിയാലും അങ്ങനെയുള്ള കുറേ പണികൾ കൂടെ ഉണ്ടല്ലോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വീണ്ടും ഒരു കമൻറ്റ്, ഞങ്ങൾക്ക് കൂടെ ജോലി തരുമെന്ന്. ഞാൻ ആ വീഡിയോ ഇട്ടത് മൊത്തം കണ്ടു നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോയിൽ ഞാൻ ജോലി തരുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെയും റിപ്പീറ്റ് എനിക്ക് അത് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരും ഈ പാക്കിങ് തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡ്, ഒരുപാട് പേര് തയ്യലും അതുപോലെ പല രീതിയിലുള്ള ജോലികളും ചെയ്യുന്നുണ്ട്. നമ്മളുടേതായ ഒരു ഇഷ്ടം കാണുമല്ലേ. ആ ഒരു ഇഷ്ടപ്പെട്ട ഫീൽഡ് തിരഞ്ഞെടുത്ത് പിന്നെ അതിനെക്കുറിച്ച് നമുക്കതിനു വേണ്ടി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു വരുമാനം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അത് നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. ഏതൊരു ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഒന്നും വലിയ അത്ര നിസ്സാരമൊന്നുമല്ല. അതിപ്പോൾ ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പിന്നാലുള്ള ഓട്ടപ്പാച്ചിലുകൾ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ജോലി തരുമോയെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നുകൂടെ പറയാനുണ്ട്. പിന്നെ സ്നാക്സ് ഐറ്റംസ് നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കൊണ്ടുവച്ച് പാക്ക് ചെയ്യുന്നത്? വളരെ അപൂർവമൊക്കെ ആയിരിക്കും. സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമ്മളിത് പാക്ക് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കടയിലേക്ക് കൊടുക്കുന്നതാണ്. നമ്മളറിയാതെ പോലെ അതിനകത്ത് ഒന്ന് കുറച്ച് ഒരു പിടി വാരി തിന്ന്, എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് കൊടുക്കുന്ന സാധനമാണ്, നമുക്കറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചാലും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വാരി തിന്നതിന് നമ്മുടെ ലാഭം പോകും. പിന്നെ അത് കണക്ക് അത് ക്ലീൻ ആൻഡ് ക്ലിയർ, മുടി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നനവുള്ള കൈ കൊണ്ടോ ഒന്നും തൊടാനും പിടിക്കാനും ഒന്നും പാടില്ല. നമ്മളുടെ പരിപൂർണ ഉത്തരവാദിത്തത്തോടെ ആയിരിക്കണം നമ്മളിത് ചെറിയൊരു ബിസിനസ് അല്ലേ, അല്ലെങ്കിൽ പൂട്ടിപ്പോണ്ടി വരും പാക്ക് ചെയ്യേണ്ടിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയൊരു ബിസിനസ്സും അല്ല. അഥവാ ഇപ്പം ഞാൻ ചെറിയൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വിശ്വാസം ഉള്ളൊരിടത്താണ് ഞാൻ ഇത് കൊണ്ട് ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിലുള്ള വീഡിയോ ഒന്നുമില്ല. കുറച്ച് ഞാൻ ഇവിടെ വന്ന ശേഷം കുറച്ച് വീഡിയോസാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ നിന്ന് എല്ലാം കൂടെ ഏതെടുക്കണം എന്നുള്ള വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴ. പിന്നെ ഞാൻ കുറേയൊക്കെ പാക്ക് ചെയ്ത് ഇട്ടിരുന്നത് ബാലൻസ് ഇരുന്ന്, കുറേ ബോർഡുകളിരുന്ന്, പിന്നെ എല്ലാം കൂടെ ഏതൊക്കെ എടുക്കണമെന്നുള്ളൊരു വെപ്രാളമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും നിന്നില്ല. ഒരുവിധം പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഈ സീലിംഗ് മെഷീനും ഗ്ലാസും അങ്ങനെയുള്ളതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇടാനായിട്ട് കാർട്ടൂണുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാണ്ട് ആൾ ഇവിടെയുള്ള കൂടകളും പട്ടികളും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പാക്ക് ചെയ്ത് ഇടാനായിട്ട്. ഇനി വീട്ടിൽ പോയ ശേഷം 2-3 കാർട്ടൂണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്ന ഷോപ്പിലൊക്കെ കിട്ടും. അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് ഒക്കെ സെറ്റ് ചെയ്താലാണ് ഈ പാക്ക് ചെയ്യുന്നതൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത ശേഷം ഒരു 3 മണിയൊക്കെ ആകുമ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങും. 3:45 മക്കളെ വിളിക്കാൻ പോകണം. അപ്പോഴത്തേനും കുറച്ചൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാനാണ് കേട്ടോ തീരുമാനം. പിന്നെ അളവുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കടല ഐറ്റംസൊക്കെ നമുക്ക് ഒരേ കവറും ഒരേ ഗ്രാമും ഒക്കെയാണ്. മിഠായികൾ വരുമ്പോഴാണ് കുറച്ചൊക്കെ മാറ്റം വരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ വിളിക്കാൻ സമയത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. പിന്നെ മദ്രസേൻ്റെ സമയമായി, മദ്രസയിലോട്ട് വിടണം. പിന്നെ ചെറുതും ഉണ്ടല്ലോ വീട്ടിൽ.
അപ്പോൾ അവർ പറഞ്ഞു പാക്ക് ചെയ്തിട്ടോളാം, കുഴപ്പമില്ല, ഇത്ര നാളെ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇവിടെ ഒരു ഏരിയയിൽ നമ്മളൊരു ടേബിൾ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് പാക്ക് ചെയ്ത്, പിന്നെ നമ്മളുടെ ഇതൊന്നും വീഡിയോ പിടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അവരെയൊന്നും വീഡിയോ പിടിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളതൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും എൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളും നമ്മൾ കടയിൽ സെയിൽ ചെയ്യുന്നതിൻ്റെയും സാധാരണ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടൂ. ഞാൻ ചോദിക്കുന്നതിൻ്റെയൊക്കെ കമൻറ്റിന് റിപ്ലൈ തരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ വീട്ടിലെ പാക്കിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ. പിന്നെ കൂടുതൽ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കാനും സമയമില്ല, ഏകദേശം എനിക്ക് ഇറങ്ങാനുള്ളൊരു ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.